ഒരു 6 വയസ്സുകാരിയോട് രണ്ടാനമ്മ ചെയ്ത ക്രൂരതയെക്കുറിച്ച് ഇന്നലെ നമ്മൾ നടുക്കത്തോടെയാണ് കേട്ടത്. 6 വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് രണ്ടാനമ്മയാണെന്ന് തെളിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത രണ്ടാനമ്മ അജീഷയെ തെളിവെടുപ്പിനായി എത്തിച്ചു. കുട്ടിയെ തുടർന്നുള്ള ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനായിരുന്നു കൊലപാതകമെന്നാണ് അജീഷയുടെ കുറ്റസമ്മതം. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഈ ഒരു സംഭവം നമ്മൾ ഇന്നലെ ഏറെ നടുക്കമുളവാക്കിയ സംഭവമാണ്. ഒരു 6 വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. പിന്നീട് അച്ഛനും രണ്ടാനമ്മയും നൽകിയ മൊഴിയിൽ തുടക്കത്തിൽ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു, രാവിലെ എഴുന്നേറ്റപ്പോൾ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല, മറ്റെന്താണ് സംഭവിച്ചെന്ന് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പിതാവും രണ്ടാനമ്മയും പറഞ്ഞത്. ഇവിടെ രണ്ടാനമ്മ ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിയുന്നു. പിന്നീട് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഈ കേസിൽ ഈ അച്ഛന്, ഈ 6 വയസ്സുകാരിയുടെ അച്ഛന് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ലേ? ഈ കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലേ ഡാനി? ടോം, ഇതിൽ നിലവിൽ പോലീസ് പറയുന്നത് ഇയാൾക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. കാരണം ഇയാളുടെ രണ്ടാം ഭാര്യ ഈ അനീഷയുടെ മാത്രം ഒരു ചെയ്തിയാണെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇവരിങ്ങനെ ഒരു മാനസിക അസ്വസ്ഥതകളടക്കം പ്രകടിപ്പിക്കുന്ന ഒരാൾ അതേപോലെ പെരുമാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവരാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത് എന്ന് പോലീസ് പറയുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അയാളുടെ രണ്ടാം ഭാര്യയാണ് അനീഷ. അവർ ധരിച്ചിരുന്നത് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആദ്യ ഭാര്യയിലുള്ള കുട്ടി അതൊരു തടസ്സമാകുമെന്നാണ് അവർ ധരിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് ആ കുരുന്നിനെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിന് ഇവരുടെ ഭർത്താവിനെയും, അതായത് ഈ കുട്ടിയുടെ പിതാവിനെയും പോലീസിന് സംശയമുണ്ടായിരുന്നു. കാരണം അയാൾക്ക് കൂടി ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ കുട്ടി ഇല്ലാതാക്കാൻ ഇവർ തനിച്ച് നടത്തിയ ഒരു നീക്കമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ്. കാരണം ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നത് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ കൃത്യത്തിലേക്ക് നീങ്ങിയത്. ഇവരിപ്പോൾ ഇയാളിൽ നിന്ന് ഗർഭിണിയാണ്. അപ്പോൾ തനിക്കൊരു കുട്ടി കൂടി വരാൻ പോകുന്നു. അപ്പോൾ തങ്ങളുടെ ഒരു ജീവിതത്തിൽ അതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും എന്ന രീതിയിലാണ് അവർ കരുതിയതും. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നതുമെന്നാണ് പോലീസിനോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ആദ്യഘട്ടത്തിലൊന്നും ഇവരെ ഇത് സമ്മതിച്ചിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിരുന്നു കുട്ടി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് വ്യക്തമായിരുന്നു. അതുമാത്രവുമല്ല, ഈ കുട്ടിയുടെ മുഖത്ത് ഈ ക്ഷതങ്ങൾ ഏറ്റ ചെറിയ രീതിയിലുള്ള പാടുകൾ ഉണ്ടായിരുന്നു. അത് ഈ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാമെന്നതാണ് പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ കോതമംഗലത്തെത്തി വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ആ സമയത്ത് ഇവർ ആദ്യഘട്ടത്തിൽ സമ്മതിച്ചില്ല എങ്കിൽ കൂടിയും അതാണ് സംശയം. കാരണം ഈ കുട്ടിയുടെ പിതാവിന് ഇതേക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു വീട്ടിൽ 2 മുറിയിലാണ് ഇവർ കടന്നത്. അവിടെ ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുമ്പോൾ അതിന്റെ യാതൊരു ശബ്ദം പോലും പുറത്തു വന്നില്ലേ? അത്രയും ഇയാൾ ഈ കൊലപാതക വിവരം മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ കൊലപാതക വിവരം മറച്ചു വെച്ചു എന്ന് ഒരു സംശയം പോലീസിനുണ്ടോ? ആ തലത്തിൽ അന്വേഷിക്കുന്നുണ്ടോ ഡാനി? പോലീസിന് തുടക്കം മുതൽ തന്നെ ആ സംശയം ഉണ്ട്. പോലീസിന് അതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി തന്നെയാണ് പോലീസ് ഇയാൾ ഒരു പൂർണ്ണമായ ഒരു വിടുതൽ എന്ന രീതിയിലേക്ക് പോലീസ് ഇതുവരെയും കാര്യങ്ങൾ എത്തിച്ചിട്ടുമില്ല. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഇവർ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. ഇയാൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. നിലവിലെ ഒരു സാഹചര്യം, അതിൻ്റെ ഒരു തെളിവുകളെല്ലാം തന്നെ പിതാവിന് അനുകൂലമാണ്. പിതാവിന് യാതൊരു രീതിയിലുള്ള ഒരു ഇടപെടലും ഇക്കാര്യങ്ങളിൽ ഉണ്ടായില്ല എന്ന് കാര്യങ്ങളടക്കം പറയുന്നുണ്ട്. പിതാവ് ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ പലപ്പോഴും പറഞ്ഞിരുന്നത് ഇവർക്ക് ഈ ബാധ കയറുന്ന രീതിയിൽ അവർക്ക് ആ രീതിയിലെല്ലാം പെരുമാറാറുണ്ടായിരുന്നു എന്ന് ഇയാൾ പറഞ്ഞിരുന്നു. അപ്പോൾ പോലീസ് ഇതിനെന്താണ് നിങ്ങൾ ചെയ്തിരുന്നത് അത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ബാധ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പിന്നെ എന്ത് നടക്കരുത്.
സ്റ്റേഷൻ വണ്ടി താക്കോലല്ല ഡാനി, ഇതിനകത്ത് ഈ കേസിൽ ഇനി പോലീസിന്റെ അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? കാരണം ഈ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ടോ? തെളിവെടുപ്പ് ഇന്ന് അവസാനിക്കുമോ? അതോടൊപ്പം അറിയേണ്ടത്, ഇതിനു മുൻപ് ഈ രണ്ടാനമ്മ ഈ കുഞ്ഞിനെ ഇപ്പോൾ കൊലപ്പെടുത്തിയതിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള സമയങ്ങളിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നോ? ക്രൂരമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നോ? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ ഡാനി? ടോം, ഇക്കാര്യത്തിൽ പോലീസിന് ഇവരിപ്പോൾ ആദ്യഘട്ട ഒരു തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. കോടതിയിൽ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകും. പോലീസ് കസ്റ്റഡിക്കുള്ള അപേക്ഷയും ഇന്ന് തന്നെ സമർപ്പിക്കുന്നുണ്ട്. അത് ഇന്ന് പരിഗണിക്കുമോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത, കാരണം ഇതിനു മുൻപ് ഇവർ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അക്കാര്യത്തിൽ പോലീസിന് സംശയങ്ങളുണ്ട്. കാരണം ഇതൊരു ആദ്യത്തെ ശ്രമമായിരിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇവർക്ക് ഇതിനു മുൻപും ഇത്തരം രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാകാമെന്ന് തന്നെ പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ഉറപ്പ് വേണം, അതിനൊരു ആധികാരികത വേണം. ഈ കാര്യങ്ങൾ ഭർത്താവിൽ നിന്നടക്കം ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഒരു വ്യക്തതയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അങ്ങനെ നേരത്തെയും ഇതുപോലുള്ള അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകുമ്പോൾ പോലീസ് കസ്റ്റഡിക്ക് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുകയും വരും ദിവസങ്ങളിൽ അവരെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. അത് എങ്കിൽ മാത്രമേ, ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് മുൻപ് ഇവർ ഇത് സമാനമായ രീതിയിൽ ഏതെങ്കിലും അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയേണ്ടതുണ്ട്. മറ്റാരുടെയെങ്കിലും ഒരു സഹായം കിട്ടാനുള്ള ഒരു സാധ്യത പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിരുന്നു. ഒരാളെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് ആർക്കും തന്നെ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു കൃത്യത്തിൽ ആർക്കും തന്നെ ഒരു പങ്കാളിത്തമില്ല എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഒരാൾ മാത്രമാണ് പ്രതി എന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ പോലീസ് എത്തി നിൽക്കുന്നത്. വൈകാതെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ടോം.